നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. ധനവർഷിണി വരാഹി മന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വരാഹി ദേവിയുടെ താന്ത്രിക ആരാധനാരൂപമാണ് ധനവർഷിണി വരാഹി ദേവി. ഈ ദേവിയെ പ്രാർത്ഥിച്ചാൽ സാമ്പത്തികമായി നിലനിൽക്കുന്ന സർവ്വ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. ധനാഭിവൃദ്ധി ഉണ്ടാകും. കിട്ടാനുള്ള പണം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ മാറിക്കിട്ടും. ഏതെങ്കിലും കാരണങ്ങളാൽ തടസ്സം നേരിടുന്ന സാമ്പത്തിക ഇടപാടുകൾ, കിട്ടാനുള്ള സ്വത്തുക്കൾ കിട്ടാതെ കാലതാമസം നേരിടുന്നെങ്കിലോ ഈ മന്ത്രം ജപിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ചേരുന്നതാണ്. മാത്രമല്ല, ലോൺ അപ്ലൈ ചെയ്താൽ കിട്ടുന്നതിന് ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ ബെനിഫിറ്റാണ്. അതിലൂടെ ആ ലോൺ സാങ്ഷൻ ആകുന്നതാണ്. വരാഹി ദേവിയെ ആരാധിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ കഴിയും. എന്നുവച്ചാൽ അതിനുള്ള വഴി ദേവി കാണിച്ചു തരും. തൻ്റെ ഭക്തനെ ദേവി ഒരിക്കലും കൈവിടുകയില്ല. ദേവിയെ നിത്യവും ആരാധിച്ചാൽ തൻ്റെ ഭക്തനെ ദേവി സംരക്ഷിക്കുന്നതാണ്. ഭക്തൻ്റെ സർവ്വ പ്രശ്നങ്ങളും ദേവി ഏറ്റെടുത്ത് ഒരു കവചം പോലെ ദേവി ചേർത്ത് പിടിക്കും. ശത്രുക്കളെ ദേവി അടുക്കാൻ അനുവദിക്കില്ല. ഒരിക്കൽ കോടീശ്വരനായിരുന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് അലയുമ്പോൾ ദേവി കടാക്ഷം ഉണ്ടായാൽ പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ ദേവി സഹായിക്കും. എന്നാൽ എല്ലാം ജെനുവിനായിരിക്കണം, സത്യസന്ധനായിരിക്കണം. വിശ്വസിക്കുന്നവർക്കും ആരാധിക്കുന്നവർക്കും 10 മടങ്ങ് ദേവി നൽകും. എന്നാൽ മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി ദേവിയുടെ മുന്നേ പ്രാർത്ഥിച്ചാൽ ദേവി നല്ല ശിക്ഷ തിരിച്ചു തരുന്നതായിരിക്കും. ദേവിയെ നിന്ദിക്കുന്നവരെ ദേവി ഒരിക്കലും വെറുതെ വിടുകയില്ല. ഉഗ്രകോപിഷ്ഠയും സർവനാശിനിയുമാണ് ദേവി. ദേവിയെ ദിവസേന വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ ദേവിയുടെ എല്ലാ പ്രൊട്ടക്ഷനും ആ ഭക്തന് കിട്ടുന്നതാണ്. ലക്ഷ്മി ദേവിയെയും ധനവർഷിണി ദേവിയെയും ആരാധിക്കാൻ കഠിനമായ വ്രതനിഷ്ഠകൾ ഒന്നും തന്നെയില്ല. ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും സത്യസന്ധതയും വിശ്വാസവും മാത്രം മതിയാകും. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും തീർക്കാനുള്ള ഒരു വഴി അമ്മ നമ്മൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ മാറി ധനവരവുണ്ടാകുന്നതാണ്. മാത്രമല്ല, അനാവശ്യ ചിലവുകളില്ലാതെ നഷ്ടങ്ങളില്ലാതെ ധനം ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ദേവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തരുന്നതാണ്. പൂർണ്ണഭക്തിയോടെ ഏതൊരാൾക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. സമ്പത്തും ഉന്നത പദവിയും ബഹുമാനവും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വന്നു ചേരുന്നതാണ്. ഭയം മാറ്റി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ മന്ത്രം സഹായിക്കും. ദൃഷ്ടിദോഷം, ദുരാത്മാക്കൾ, ദുഷ്കർമ്മങ്ങൾ എന്നിവയെല്ലാം അകന്നു പോവുകയോ പൂർണ്ണമായി ഇല്ലാതാവുകയോ ചെയ്യും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ. കുളിച്ച് ശരീരശുദ്ധി വരുത്തിയിട്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. കുളിക്കാതെയോ പുലവാലായ്മ ഉള്ളപ്പോഴോ സ്ത്രീകൾ പീരിയഡ്സ് ടൈമിലോ നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ടോ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല. ഈ മന്ത്രം 27 അല്ലെങ്കിൽ 41 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കേണ്ടതാണ്. ഇത് ജപിക്കുന്നതിലൂടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ദേവി കാണിച്ചു തരും. 108 തവണയാണ് ജപിക്കേണ്ടത്. ജപിക്കേണ്ട സമയമെന്നാൽ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ്. അതാണ് ഏറ്റവും അത്യുത്തമം. എന്നാൽ കുറച്ച് താമസിച്ചു പോയാലും മാക്സിമം രാവിലെ ഒരു 7 മണി വരെയൊക്കെ ജപിക്കാവുന്നതാണ്. വടക്കോട്ട് ദർശനമായിട്ടിരുന്ന് വേണം ജപിക്കാനായിട്ട്. ജപിക്കുമ്പോൾ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള ഒരേ ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം മാത്രമേ ദേവിയോട് പറയാൻ പാടുള്ളൂ. മനസ്സിൽ അത് മാത്രമേ ഉണ്ടാകാവൂ. ദേവിക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടുകൂടി ദേവിയെ 100% ദേവിയിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേവി അത് നടത്തിത്തരുന്നതാണ്. എന്നാൽ കരഞ്ഞ് പ്രാർത്ഥിക്കരുത്. കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദേവി വരികയില്ല. ദേവിക്ക് ഇഷ്ടമല്ല കരയുന്നത്. അതിനാൽ കരഞ്ഞ് പ്രാർത്ഥിക്കാതെ സന്തോഷവതിയായി സന്തോഷവനായിട്ടിരുന്ന് ദേവിയിൽ 100% വിശ്വാസമർപ്പിച്ചിരുന്ന് പ്രാർത്ഥിക്കണം.
പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് പീരിയഡ്സ് വരുന്ന സമയത്ത് പ്രാർത്ഥിക്കരുത്. അതൊരു ബ്രേക്ക് എടുത്തിട്ട് അത് കഴിഞ്ഞ് വരുന്ന 8 ദിവസത്തിന് ശേഷം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇതാണ് അതിശക്തിയാർന്ന ധനവർഷിണി വരാഹി മന്ത്രം. അസ്യ ശ്രീ ധനവർഷിണി വരാഹി മന്ത്രസ്യ മദനഃ ഋഷിഃ ജഗതി ഛന്ദഃ ഓം ബീജം ഹ്രീം ശക്തിഃ ശ്രീകീലകം ശ്രീധനവർഷിണി വരാഹി ദേവത. ഓം ക്ലീം വരാഹമുഖീം ഹ്രീം സിദ്ധിസ്വരൂപിണീം ശ്രീം തനഃ വശം കരീം ധനം വർഷയ സ്വാഹ. അസ്യ ശ്രീധനവർഷിണി വരാഹി മന്ത്രസ്യ മദനഃ ഋഷിഃ ജഗതി ഛന്ദഃ ഓം ബീജം ഹ്രീം ശക്തിഃ ശ്രീകീലകം ശ്രീധനവർഷിണി വരാഹി ദേവത. ഓം ക്ലീം വരാഹമുഖീം ഹ്രീം സിദ്ധിസ്വരൂപിണീം ശ്രീം തനഃ വശം കരീം ധനം വർഷയ സ്വാഹ. അസ്യ ശ്രീധനവർഷിണി വരാഹി മന്ത്രസ്യ മദനഃ ഋഷിഃ ജഗതി ഛന്ദഃ ഓം ബീജം ഹ്രീം ശക്തിഃ ശ്രീകീലകം ശ്രീധനവർഷിണി വരാഹി ദേവത. ഓം ക്ലീം വരാഹമുഖീം ഹ്രീം സിദ്ധിസ്വരൂപിണീം ശ്രീം തനഃ വശം കരീം ധനം വർഷയ സ്വാഹ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.